ഇത് കണ്ടില്ലേ, എന്താണെന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലേ. ഫുൾ ചിക്കൻ, കട്ട് ചെയ്യാത്ത ഫുൾ ചിക്കൻ ഒരു മന്തിയാണ്. ഇൻഷാ അല്ലാഹ് നല്ല അടിപൊളി ടേസ്റ്റിൽ, എത്ര പറഞ്ഞാലും മതിയാവില്ല, അത്രയ്ക്കും നല്ല ടേസ്റ്റിൽ നല്ല ഒരു മന്തിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. കൈമ റൈസിലാണ് മന്തി ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് പറയാതിരിക്കാൻ പറ്റില്ല, അത്രത്തോളം രുചിയാണ്. ഇൻഷാ അല്ലാഹ് അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫുൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. നമുക്കത് നന്നായിട്ട് ഞാൻ വാഷ് ചെയ്തെടുത്താണ്. നല്ല സ്കിന്നോട് കൂടിയുള്ള ഫുൾ ചിക്കനാണ്. എന്നാലും മന്തിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. സ്കിൻ കളയാതെ തന്നെ എടുക്കണം. അതിന് ഞാൻ നന്നായിട്ട് മസാലയെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നന്നായിട്ട് വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഫുൾ ചിക്കനും നന്നായിട്ട് വരഞ്ഞിട്ട് മസാലയെല്ലാം അകത്ത് കയറിയെങ്കിൽ അതിന് ടേസ്റ്റ് വരുള്ളൂ. അതിനുവേണ്ടി ഞാൻ ആദ്യം ഒരു മന്തി മസാല തയ്യാറാക്കുകയാണ്. മന്തി മസാലയ്ക്ക് സാധാരണ പോലെ തന്നെ പച്ചമല്ലിയും പെരുംജീരകവും ചെറിയ ജീരകവും പട്ട, ഏലക്ക, കുരുമുളക്, പിന്നെ വറ്റൽമുളക് എല്ലാം കൂടി ചേർത്ത് ഒരു മന്തി മസാല തയ്യാറാക്കിയിട്ട് നമുക്ക് ചിക്കനിലേക്ക് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. നന്നായിട്ട് ഈ മല്ലിയും ജീരകവും എല്ലാം നന്നായിട്ട് പൊട്ടി വരുന്ന ടൈം വരെ നമുക്കത് വറുത്തെടുക്കണം. ചെറു തീയിൽ, അതായത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. ശരിക്കും ഈ വറുക്കുന്നത് കരിഞ്ഞു പോവുകയോ തീ കൂടുകയോ ചെയ്യാൻ പാടില്ല. അത്രയ്ക്കും നല്ല ശ്രദ്ധിച്ച് തന്നെ വറുത്തിട്ട് ഞാൻ പിന്നെ അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷമാണ് ഒരു 3/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുള്ളത്. തീ നമ്മൾ ഓണാക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മഞ്ഞൾ പെട്ടെന്ന് പൊടിയല്ലേ, വേഗം കരിഞ്ഞു പോകും. അപ്പോൾ ഇത് ശരിക്കും നല്ല ശ്രദ്ധിച്ച് തന്നെ ചെയ്യേണ്ട ഒരു സംഭവമാണ് ഈ വറുത്തെടുക്കുന്നത്. പക്ഷേ അത് ഞാനൊരു ഗ്രൈൻഡറിൽ വെച്ച് പൊടിച്ചിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ ചിക്കൻ മിക്സ് ചെയ്യുന്നത്, മാരിനേറ്റ് ചെയ്യുന്നത്, അതിലേക്ക് ഞാൻ പൊടിച്ച പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചെറിയ പച്ചമുളക്, ഒരു 8 പച്ചമുളക് കുനുകുന അരിഞ്ഞതും, അതുപോലെ ക്യാപ്സിക്കവും കുനുകുന അരിഞ്ഞത്, 2 കളർ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, മല്ലിയിലയും പുതിനയിലയും എടുത്തിട്ടുണ്ട്, തക്കാളി ചെറിയ പീസാക്കി അതും കട്ട് ചെയ്തിട്ട്, കുരുമുളക് പൊടി ഇട്ടു, പിന്നെ ഉപ്പും ചേർത്ത് ഞാൻ 2 ചിക്കൻ സ്റ്റോക്കും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ടതിന് ശേഷം നമ്മുടെ സൺഫ്ലവർ ഓയിലാണ്, അത് നന്നായിട്ട് ഒഴിച്ച് അതിലൊത്തിരി കൂടുതൽ ഒഴിക്കണം. കാരണം നമുക്ക് ചിക്കൻ ഇതിൽ തന്നെ വേവാനുള്ളതാണ്. ഈ മസാലയിലും ഈ എണ്ണയിലുമാണ് ചിക്കൻ വെന്ത് കിട്ടേണ്ടത്. അപ്പോൾ നന്നായിട്ട് കൈകൊണ്ട് തന്നെ തിരുമ്മി പിടിപ്പിച്ച്, നന്നായിട്ട് ഈ ഉള്ളിയും തക്കാളിയൊക്കെ കൈകൊണ്ട് തന്നെ ഉടച്ച് നല്ല തിരുമ്മി പിടിപ്പിച്ച് അതിന് ശേഷം ചിക്കൻ അതിനകത്ത് ഇട്ട് ഫുള്ളും നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അടിപൊളി ടേസ്റ്റുള്ള ഒരു എന്താ പറയുക മന്തിയാണിത്, ഫുൾ ചിക്കൻ. ഇതിലേക്ക് നമുക്ക് മസാലയെല്ലാം പുരട്ടി നമ്മുടെ ഈ ചിക്കനെ നല്ല സുന്ദര കുട്ടപ്പനാക്കി എടുക്കാം. നല്ല അടിപൊളി കളറാണ്. എല്ലാം കൂടെ ചേർന്നിട്ടുള്ള മിക്സിങ് ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കാം. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. എല്ലാം ക്യാപ്സിക്കവും പച്ചമുളകും മസാലപ്പൊടിയും എല്ലാം കൂടെ എണ്ണയിൽ ഒഴിച്ച് മിക്സ് ചെയ്തപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല ചിക്കൻ നല്ല എന്താ പറയുക അടിപൊളി ആയിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. മാരിനേറ്റ് ചെയ്ത് സെയിം കുക്കറിൽ വെച്ചിട്ട് ഞാൻ വിസിലൊന്നും കേൾപ്പിക്കാതെ മാനുവലായിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അത് കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒറ്റ വിസിലിൽ വെന്ത് പോയാൽ അതിൻ്റെ ടേസ്റ്റ് കുറയും. അപ്പം കുറേശ്ശെ ഒരു 10 മിനിറ്റ് ഇടവിട്ട് ഒന്ന് തിരിച്ചും മറിച്ചിട്ട് അതിനെ ഒന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഓരോ പ്രാവശ്യം മറിച്ചിടും തോറും സൈഡിലുള്ള എണ്ണയും അതിൻ്റെ പിന്നെ മസാലകളും എല്ലാം കൂടി അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട്, ചിക്കൻ്റെ മുകൾ ഭാഗത്തായിട്ട് എടുത്ത് വെച്ചിട്ട് വീണ്ടും അടച്ചു വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്യാം. രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇങ്ങനെ മറിച്ചിട്ടാണ് ഇതെല്ലാം നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തത്. ഇൻഷാ അല്ലാഹ് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ
എപ്പോഴും പറയും പോലെ തന്നെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ കാണുന്ന ടൈമിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് പകുതിയോളം കണ്ടതിന് ശേഷം ഒന്ന് ലൈക്ക് ചെയ്യണേ. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ലൈക്ക് ചെയ്യാതെ ഒന്ന് പകുതി കണ്ടതിന് ശേഷം ഒരു ലൈക്കും പിന്നെ ഒന്ന് ഷെയർ ചെയ്യുകയോ നിങ്ങളുടെ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇതുപോലെ ഒരു മന്തി തയ്യാറാക്കാൻ ആഗ്രഹമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും നല്ല ടേസ്റ്റായിട്ട് കഴിക്കാമല്ലോ. നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള ഒരു മന്തി ആയതുകൊണ്ടാണ് ഇത്രയും റിക്വസ്റ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൽ നിന്ന് അല്പം എടുത്ത് നോക്കി കുക്കായിട്ടുണ്ടോ നോക്കി. അപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നല്ല ചൂടായതുകൊണ്ട് ഇങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അകമെല്ലാം നല്ല സോഫ്റ്റായി നല്ല അടിപൊളി ടേസ്റ്റാണ്. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റ്, നമ്മുടെ ആ മസാല പിടിച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാം. പക്ഷേ ഇനി നമുക്കത് കോരി വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് വേണമെങ്കിൽ ഈ പാത്രത്തിൽ തന്നെ നമുക്ക് അരിയിട്ട് വയ്ക്കാം. ഞാൻ ഈ പാത്രത്തിൽ നിന്നും ഇതിൻ്റെ മസാലയെല്ലാം മാറ്റി വേറൊരു പാത്രത്തിലേക്കാണ് ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഈ മസാല വെള്ളം, ഈ ഗ്രേവി എല്ലാം ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി. അതായത് അരിയുടെ അളവിനുള്ള വെള്ളം ഈ മസാലയുടെ വെള്ളവും കൂടാതെ ഉള്ള വെള്ളം കൂടെ ചേർത്ത് ഒരുമിച്ചാണ്. രണ്ടും തിളച്ച വെള്ളമാണ്. വേറെ വെള്ളം ഒഴിച്ചും തിളച്ച വെള്ളമാണ് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ബിരിയാണി വയ്ക്കുന്ന പാത്രത്തിൽ, മന്തി വയ്ക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് മല്ലിയിലയും പുതിനയിലയും പച്ചമുളകും ഉണക്ക നാരങ്ങയും ആവശ്യത്തിന് ഉപ്പും ഒരു 2 സ്പൂൺ നെയ്യും ഒക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഈ വെള്ളം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കാരണം ഇതിലിനി പട്ട, പെരുംജീരകം, ഗ്രാമ്പൊന്നും ചേർക്കണ്ട. ഈ വെള്ളത്തിൽ ഇതെല്ലാം ആയിട്ട് ചേർത്ത് കുക്ക് ചെയ്ത ചിക്കനാണ്. അപ്പോൾ അതിൻ്റെ ഫുൾ എസൻസ് ഫുള്ളും ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. മൂടി വെച്ച് നന്നായിട്ട് ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. അതെല്ലാം തിളച്ച വെള്ളം ഒഴിച്ചതുകൊണ്ട് പെട്ടെന്ന് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വെച്ച അരി ഇതിലേക്ക് ചേർക്കാം. ഇതിൽ ഞാൻ സാധാരണ ബസുമതി റൈസോ ബസുമതി റൈസൊക്കെയാണ് മന്തിക്ക് ചേർക്കുന്നത്. ഇതിപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, ബസുമതി റൈസ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അത് തീർന്നു പോയി. ഇനി അതുകൊണ്ടാണ് ഞാൻ കൈമ റൈസ് ചേർത്തിട്ടുള്ളത്. കൈമ ബിരിയാണി വയ്ക്കാൻ അടിപൊളിയാണ്, ഒരു പ്രത്യേക ടേസ്റ്റാണ്. മന്തിക്ക് എപ്പോഴും ലോങ് റൈസാണ് കാണാൻ ഭംഗി. പക്ഷേ കൈമ റൈസ് ഇട്ട് മന്തി വെച്ചിട്ട് ഭയങ്കര ടേസ്റ്റായിരുന്നു. അത് പ്രത്യേക രുചിയുള്ളൊരു അരിയാണത്. പക്ഷെ അത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്ലോ മോഷനിൽ മിക്സ് ചെയ്യുമ്പോൾ കാണാനൊരു ഭംഗിയാണേ. അരിയിൽ ഉപ്പും അതിൻ്റെ മറ്റുള്ള എസൻസും വെള്ളവും എല്ലാം കൂടെ നന്നായിട്ട് പിടിച്ച് വരുന്നത് വരെ ഒരു 2-3 മിനിറ്റ് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ അടച്ചു വെച്ച് കുക്കാക്കിയതിന് ശേഷമാണ് അടപ്പ് മാറ്റിയതിന് ശേഷം നമ്മുടെ അരിയെല്ലാം നന്നായിട്ട് കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ട്. ഞാൻ അരി കുക്കാകുന്നത് വരെയുള്ള ആ വീഡിയോ ലോങ് ആയിപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ അതാണ് കുക്കായതിന് ശേഷം ഞാൻ കാണിച്ചത്. ഇപ്പോൾ ശരിക്കും നല്ല കറക്റ്റായിട്ട് നല്ലതുപോലെ ഒന്നിനൊന്ന് ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ അരി വെന്തിട്ടുണ്ട്. ഇനി ഞാൻ മാറ്റി വെച്ചത് നമ്മുടെ ചിക്കൻ അതിന് മുകളിലേക്ക് വെച്ച് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്ത് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് നമുക്ക് ഇതിലൊന്ന് പുകയിടേണ്ടത്. മന്തിയുടെ ആ ഒരു മണം വരണമെങ്കിൽ ഒന്ന് ചാർക്കോൾ വെച്ചിട്ട് നമുക്കൊന്ന് പുകയിടാം. കുറച്ച് പച്ചമുളകും ഡെക്കറേറ്റ് ചെയ്യാൻ കുറച്ച് സംഭവങ്ങളെല്ലാം നമുക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം മുകളിലേക്ക്.
ക്യാപ്സിക്കം, പച്ചമുളകും, മല്ലിയിലയും പുതിനയിലയും എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് എന്നിട്ട് ചാർക്കോൾ വെച്ച് ഒന്ന് പുകയിട്ട് കൊടുക്കാം. ചാർക്കോൾ നന്നായിട്ട് ഒരു കനലിൽ വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഇപ്പോൾ ശരിക്കും പുക വന്നിട്ടുണ്ട്. ഇനി അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ചെറു തീയിൽ വെച്ചേക്കാം. ഇനി ഞാൻ നല്ല 2 അടിപൊളി റെസിപ്പി കൂടെ കാണിക്കുന്നുണ്ട്. നമുക്ക് മന്തിക്ക് പ്രധാനമായിട്ടും തക്കാളി ചട്നി വേണമല്ലോ. തക്കാളി ചട്നി ഇല്ലാതെ എന്ത് മന്തിയല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2-3 അല്ലി വെളുത്തുള്ളിയും 2 തക്കാളി ചെറുതായി കട്ട് ചെയ്തതും മല്ലിയിലയും 2 പച്ചമുളകും ചേർത്ത് മിക്സിയിൽ ഒരു സ്പൂൺ തക്കാളി, ഞാൻ 2 വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കട്ട് ചെയ്ത് തീരെ ചെറുതാക്കണ്ട, മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുകയാണ്, മിക്സിയിൽ അടിക്കാനായിട്ട്. പിന്നെ മല്ലിയിലയും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് 2 പച്ചമുളകും, പിന്നെ നമുക്ക് വിനീഗർ വേണമെങ്കിൽ 1 സ്പൂൺ വിനീഗറും ഒരു നാരങ്ങ നീരും ആവശ്യത്തിന് ഉപ്പും ചേർത്ത്, നാരങ്ങ നീരല്ലെങ്കിൽ വിനീഗർ, ഞാൻ 1 സ്പൂൺ വിനീഗറാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ അല്പം ഒന്ന് ലൂസാവാൻ വേണ്ടിയിട്ട് ഒന്ന് പച്ചവെള്ളം, ഒരു 2 സ്പൂൺ പച്ചവെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി നമ്മുടെ തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട്. മന്തിക്ക് ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു തക്കാളി ചട്നിയാണിത്. അടിപൊളി. ഇതേ രീതിയിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി അടുത്തത് മയോണൈസ്. അതുപോലെ തക്കാളി ചട്നി പോലെ തന്നെ മയോണൈസും മന്തിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. 2 മുട്ട എടുത്തിട്ടുണ്ട്. 2 മുട്ടയുടെ ഒരു മുട്ടയുടെ വെള്ള മാത്രം എടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ മുട്ട ഞാൻ വെള്ളയും മഞ്ഞയും 2 കൂടെ ചേർത്തിട്ടുണ്ട്. ഒരു മുട്ടയുടെ വെള്ള മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് 2 കൂടെ ചേർത്തിട്ട് പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും, ഞാൻ അല്പം ചില്ലി ഫ്ലേക്സ് ചേർത്തിട്ടുണ്ട്. ഇത് പിങ്കിൻ്റെ ഈ മയോണൈസ് ചെറിയൊരു പിങ്ക് കളറാണ്, വൈറ്റ് അല്ല. എപ്പോഴും ഒരു വൈറ്റ് മയോണൈസ് ആണല്ലോ എല്ലാവരും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ചേഞ്ചിന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല അടിപൊളി ടേസ്റ്റാണ്. കഴിച്ച് മക്കൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. അടിപൊളി ടേസ്റ്റായിരുന്നു. പിന്നെ അതിലല്പം നാരങ്ങ നീരും പഞ്ചസാരയും ഒരു 2 നുള്ളും, ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും, പിന്നെ കുറച്ച് മതിയല്ലോ. അതിന് ഒരുപാട് മയോണൈസിന് ഒരുപാട് ഇൻഗ്രീഡിയൻ്റ് ഒന്നും വേണ്ടല്ലോ. 2 തുള്ളി നാരങ്ങ നീരും ഒഴിച്ചിട്ട് സൺഫ്ലവർ ഓയിലാണ്. ജസ്റ്റ് ഇത് മാത്രമായിട്ട് പഞ്ചസാരയും ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് മാത്രമായിട്ടൊന്ന് മിക്സിയിൽ നല്ല സ്പീഡിന് അടിച്ചതിന് ശേഷം പിന്നെ ഒരു 1/4 കപ്പോളം, ചെറിയ കപ്പിൽ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തു. മിക്സിയിൽ തന്നെ നമ്മൾ നന്നായിട്ട് അടിച്ചെടുക്കാം. നല്ല അടിപൊളി, നല്ല ക്രീമി ടെക്സ്ചറുള്ള നല്ല ഒരു മയോണൈസാണ്. നമ്മൾ ഹോട്ടലുകളിലൊക്കെ വലിയ റേറ്റ് കൊടുത്ത് ഫുഡൊക്കെ വാങ്ങിക്കുമ്പോൾ ശരിക്കും ഇങ്ങനെയുള്ള ഒരു പിങ്ക് കളർ മയോണൈസ് കിട്ടാറുണ്ട്. പിങ്കും വൈറ്റും ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിനേക്കാളും ടേസ്റ്റുള്ള നല്ല അടിപൊളി മയോണൈസാണ്. ഇൻഷാ അല്ലാ എൻ്റെ വീഡിയോ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. എല്ലാവരും ഇതേ രീതിയിലൊന്ന് മന്തി ആയാലും തക്കാളി ചട്നിയും മയോണൈസും ഒക്കെ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കി കഴിച്ചതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കണം. ഓക്കെ, താങ്ക് യു.